എല്ലാവർക്കും കേരള ട്രാവൽ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് റിയാദിലുള്ള ബൊലിവാർഡ് വേൾഡിന്റെ ലാസ്റ്റ് ഡേയുടെ കാഴ്ചകളാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ബൊലിവാർഡ് വേൾഡിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ബൊലിവാർഡ് വേൾഡ് താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനു മുമ്പ് ആ ഒരു ലാസ്റ്റ് ഡേ വന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അപ്പം നേരെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് നേരെ അകത്തേക്ക് കയറുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾക്ക് ആദ്യം തന്നെ ആ ഒരു സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, ആ ഒരു പാറയിൽ ബൊലിവാർഡ് വേൾഡ് എന്ന് എഴുതിയേക്കുന്നത് എത്ര മനോഹരമായിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ബൊലിവാർഡ് വേൾഡിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളിത് 3ാമത്തെ തവണയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഇനോഗ്രേഷൻ ഡേയിലും വന്നിരുന്നു, അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യുന്ന ദിവസവും വന്നിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോസ് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ചയാണ്. നോക്കിയേ, ആ ഒരു പാറയുടെ മുകളിലെല്ലാം കുറച്ച് മുട്ടകൾ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ഈ കഴുകൻ്റെയൊക്കെ മുട്ടകൾ ഉള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവരവിടെ വെച്ചേക്കുന്നത് ആ പാറയ്ക്ക് മുകളിൽ. ഇത് വേറെ എന്തെങ്കിലും സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്താ സംഭവമെന്ന്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ഇനി പോകുന്നത് ചൈനയിലോട്ടാണ്. അങ്ങനെ നമ്മൾ ചൈനയിലേക്ക് കയറുകയാണ്. ചൈനയിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി എൻട്രൻസ് ആണ്. നോക്കി, എന്ത് മനോഹരമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. നോക്കി, ആ ഒരു റെഡ് കളർ കൊണ്ട് ചൈന വളരെ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ സംഭവം ഒരു കൊമ്പ് പോലെ നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചൈനയിൽ കാണുന്ന സംഭവങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ എല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈനയിൽ പോയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അവിടുത്തെ മ്യൂസിക്കും ഒക്കെ അതേപോലെയായിരുന്നു. സംഭവമൊക്കെ നോക്കിയാൽ ശരിക്കും ചൈനയിലെ പോലെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും അവിടെ നിന്ന് നമ്മൾ ചൈനയിലാണെന്ന് തോന്നും. അതുപോലെ തന്നെ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഫുഡൊന്നും പരീക്ഷിച്ചില്ല. കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ചൈനീസ് ഫുഡ് ഐറ്റംസുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ചൈനയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകണം. അപ്പോൾ ഒരാളതേ നോക്കി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് ബ്ലൂബെറിയുടെ ജ്യൂസാണ് അദ്ദേഹം വിൽക്കുന്നത്. ഇത് രന്തീശ്വരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അവർ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റി. ഇബ്രാഹിം, It's me, Ibrahim's brother. Brother. Yes. Okay. Ibrahim is Friend. Okay. Okay. Just a friend. Okay, thank you. Bye bye. അവരെ കണ്ടതിന് ശേഷം അടുത്ത രാജ്യമായിട്ടുള്ള തുർക്കിയിലേക്ക് നമ്മൾ കയറുകയാണ്. അത് ചെസ്നട്ടാണ്. അപ്പം നമുക്കിവിടെ തുർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് കണ്ട്. അദ്ദേഹമാണെങ്കിൽ ഭയങ്കരമായിട്ടും ഒച്ച വെച്ചിട്ടൊക്കെയാണ് എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുന്നത്.
അപ്പോൾ പുള്ളിയുടെ മീശയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ സൂം ചെയ്ത് ഭയങ്കര വലിയ മീശയായിരുന്നു. ഒരു ടർക്കിഷ് ഫുഡുകളാണ് കാണാൻ പറ്റുന്നത്. ഇത് ടർക്കിഷ് കുണാഫയാണ്. ഇത് കണ്ടോ ഈ കാണുന്നത്, ഇത് ചോക്ലേറ്റ് ഫൗണ്ടെയിൻ ആണ്. പിന്നെ ഈ ഒരു വട പോലത്തെ സംഭവങ്ങളൊക്കെ കുറേ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവം ഡ്രസ്സാണല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. ഏകദേശം 150-200 റിയാൽ വരുന്നതാണ് എല്ലാത്തിൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അതേ കുട്ടികളെല്ലാം ആ ഒരു ഐസ്ക്രീം ചേട്ടൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തുകയാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ മുഴുവൻ കണ്ട ഒരു ജ്വല്ലറി കളക്ഷനാണ്. നല്ല നല്ല ഇയറിങ്സുകളും അതുപോലെ ബ്രേസ്ലെറ്റുകളും ചെയിനുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് പെർഫ്യൂമിൻ്റെ ഒരു ഷോപ്പ് കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പെർഫ്യൂം മേടിച്ചു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത രാജ്യമായിട്ടുള്ള മൊറോക്കോയിലേക്ക് കയറുകയാണ്. മൊറോക്കോയിലും ഇതുപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രൻസ് ആയിരുന്നു. ആ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയും കൊണ്ട് ധാരാളം ഡ്രസ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ടർക്കിഷ് കോഫിയാണെന്ന് തോന്നുന്നത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ജ്വല്ലറി കളക്ഷൻസുകൾ നമുക്ക് കാണാൻ പറ്റി. നല്ല ഭംഗിയുള്ളതായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ നമുക്ക് അബായയുടെ കുറേ കളക്ഷൻസ് കാണാൻ പറ്റി. നല്ല നല്ല കുറേ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലമായിട്ടുള്ള കോമ്പാക്റ്റ് വില്ലേജിലോട്ട് കയറുകയാണ്. ഈ ഒരു ഏരിയ മൊത്തം യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഞങ്ങളിവിടെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് 3ാമത്തെ തവണയാണ്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിരുന്നു. ഭയങ്കര വാളും ആ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത്രയൊന്നും തോന്നിയില്ല. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത രാജ്യമായിട്ടുള്ള ഗ്രീസിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗ്രീസിൻ്റെ പകൽ വ്യൂ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരാൾ നമ്മളെ സ്വാഗതം ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗ്രീസ്. നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്ര മനോഹരമാണ്. നോക്കിക്കേ ആ ഒരു കളറ് ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ത് അടിപൊളിയാണെന്നറിയാം. ഞാനിവിടെ 2 പ്രാവശ്യം വന്നപ്പോഴും രാത്രിയിലാണ് വന്നിരുന്നത്. എനിക്ക് ഇവിടുത്തെ പകൽ കാഴ്ച കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ ഒരു രാജ്യത്തിൻ്റെ സ്ട്രീറ്റുകൾ, ബിൽഡിങ്ങുകൾ, ഫുഡ് ഒക്കെ അതേപോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ രാജ്യത്ത് നിൽക്കുന്ന പോലെ തോന്നും. നോക്കി അതേപോലെയാണ് അവർ ഫുൾ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ കേബിൾ കാർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ശരിക്കും ഗ്രീസിൽ പോയ പോലെ ഫീൽ ചെയ്തു. ആ ബിൽഡിംഗ് ഒക്കെ ശരിക്കും അതേപോലെ ഉണ്ടായിരുന്നു. ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പൂവിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഗ്രീസ് ലൈഫിൽ എപ്പോഴേലും പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ശരിക്കും ഗ്രീസ്. ശരിക്കും നമുക്ക് അതുവഴി നടന്നു പോകുമ്പോൾ ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ തന്നെ അവർ പണിത് വെച്ചേക്കുന്നതെന്ന് പറയാണ്ടിയിരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് എടുത്തിരുന്ന കുറച്ച് വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ കുറച്ച് പെർഫോമൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അന്ന് നമ്മൾ പോയ കേബിൾ കാറിൻ്റെ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പൂക്കളൊക്കെ വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കേബിൾ കാർ പോകുന്നത് ബൊലിവാർഡ് വേൾഡിൽ നിന്നും ബൊലിവാർഡ് സിറ്റിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ കയറിയപ്പം 75 റിയാലായിരുന്നു ഒരാൾക്ക്. ഇപ്പോൾ ചേഞ്ച് ആയി കാണും. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് അടുത്ത രാജ്യത്തിലേക്ക് പോവുകയാണ്. എന്താ നോക്കി എത്ര മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ഗ്രീസ് അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല എന്ത് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്? ആ ഒരു കളറാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ആ ഒരു വൈറ്റും ബ്ലൂ കളറും പിന്നെ ഇടയ്ക്ക് അവർ ആ ഫ്ലവർ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ?
അങ്ങനെ അടുത്ത രാജ്യമായിട്ടുള്ള ഈജിപ്തിലോട്ട് നമ്മൾ പോവുകയാണ്. ഈ ഈജിപ്തും പാരീസും കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബൊലിവാർഡ് വേൾഡിൽ വന്നത് തന്നെ. എന്ത് പറയണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഈജിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്താ സംഭവം നമുക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അത്രയ്ക്ക് മനോഹരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരം, ഒറിജിനലി വെല്ലുന്ന രീതിയിലാണ് ഇവർ ഈജിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈജിപ്തിലാണെന്ന് തോന്നുന്നു. അവിടുത്തെ മ്യൂസിക്കും എല്ലാം, ആ ഒരു പിരമിഡും ആ ഒരു സംഭവങ്ങളും എല്ലാം നമ്മൾ കയറുമ്പോൾ തന്നെ നോക്കിക്കുക, ആ ഒരു അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാർ, പടയാളികളാണെന്ന് തോന്നുന്നു, ഒക്കെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗിസ പിരമിഡാണ്. പിരമിഡുകളിൽ ഏറ്റവും വലിയ പിരമിഡ് എന്നാണ് ഈ ഗിസ പിരമിഡിനെ അറിയപ്പെടുന്നത്, ഈജിപ്തിലെ ഗിസ പിരമിഡ്. ഈജിപ്തിൽ BC 2551 മുതൽ 2528 വരെ അധികാരത്തിലിരുന്ന ഫറവോ ആയിരുന്ന കുഫുവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമെന്നാണ് ഈ ഒരു ഗിസയിലെ പിരമിഡ് അറിയപ്പെടുന്നത്. 7 അത്ഭുതങ്ങളിൽ ഒന്നായി ഗിസ പിരമിഡ് നിലകൊള്ളുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ, ആ ഒരു കൊത്തു വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് അതേപോലെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈജിപ്തിൽ എന്ന പോലെ തന്നെയാണ് അത് മൊത്തം അവരിവിടെ ചെയ്തിരിക്കുന്നത്. ഫറോ രാജാക്കന്മാർ വിശ്വസിച്ചിരുന്ന അവരുടെ മരണശേഷം അവർ ദൈവമായിട്ട് പുനർജനിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മരണസമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം അവരുടെ ശവകുടീരത്തിൽ അടക്കം ചെയ്തിരുന്നു. ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഈജിപ്റ്റ്. ശരിക്കും നമ്മൾ ഈജിപ്തിൽ പോയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ കാണുന്നതാണ് സിഫിക്സ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ സിഫിക്സിനെ പറ്റി, അതായത് സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമായിട്ടുള്ള ഈജിപ്തിലെ ഒരു പിരമിഡാണ് സിഫിക്സ്. ഈ ഒരു വീഡിയോ തന്നെ നോക്കിക്കുക, അതിൻ്റെ മൂക്ക് വരെ അവർ പൊട്ടിച്ചിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ബൊലിവാർഡ് വേൾഡിൻ്റെ റൂട്ട് മാപ്പ് കാണാൻ പറ്റും കേട്ടോ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ആ പിരമിഡ് കാണാൻ പറ്റുന്നുണ്ട്. ഭാര്യമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ പിരമിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ മമ്മി ക്വസ്റ്റൻ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. അവിടെ മൊത്തവും അതിനകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിച്ചു പോകും. അവർ വെളിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്കും അങ്ങനെ പേടിയുള്ളവരൊന്നും അതിനകത്ത് കയറില്ലെന്ന്. ഇത് കണ്ടു, അതിനകത്ത് കൊത്തു വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ അതിനകത്ത് കയറി തളർന്ന് വെച്ചൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു. കയറി പോകുന്നുണ്ട് കുറേ പേര്. ശരിക്കും പേടിച്ചു പോവും. പേടി അത് ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അതിനകത്ത് കയറാനായിട്ട്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം സുവനീറുകൾ കാണാൻ പറ്റി. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഈജിപ്തിൻ്റേത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്, അടുത്ത രാജ്യം നോക്കി പോവുകയാണ്. അങ്ങനെ അടുത്ത രാജ്യമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യയുടെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം, നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താജ്മഹലിൻ്റെ കാഴ്ചകൾ ഒക്കെ ചേർത്തുകൊണ്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ വീഡിയോ. അതൊന്ന് കാണണം, കാണാത്തവരുണ്ടെങ്കിൽ. അങ്ങനെ ഇന്ത്യയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത രാജ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത്. സ്പെയിൻ്റെ വീഡിയോയും അതുപോലെ മെക്സിക്കോയുടെ കാഴ്ചകളൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മെക്സിക്കോയാണ്, ഈ കാണുന്ന സ്പെയിനാണ്. ഇതിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത രാജ്യത്തിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനായിട്ടുള്ള ഏഷ്യയിലേക്ക് പോവുകയാണ്. അതിനകത്ത് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയത് ആ ഒരു തായ് ഡാൻസ് ആണ്. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു കാണാൻ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അത് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ധാരാളം കൊടകളും കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ആ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് നോക്കിക്ക് എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഇതിനകത്തൂടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫീലിംഗ് ശരിക്കും അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ധാരാളം കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ അവരുടെ തായ് ഫുഡുകൾ കാര്യങ്ങളൊക്കെ ധാരാളം ഫുഡ് സ്റ്റോളുകളൊക്കെ നമുക്ക് ധാരാളം കാണാൻ പറ്റിയിരുന്നു. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്.
ഈ കാണുന്ന ജപ്പാൻ രാജ്യത്തിൻ്റെ കാഴ്ചകളാണ്. നേരത്തെ ജപ്പാൻ്റെ കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു ഒത്തിരി മാറ്റി വളരെ ചെറുതായി പോയ പോലെ തോന്നി. നേരത്തെ ചെറിയ ബ്ലോസവും അത് അനിമേ ടൗണൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസുകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അവർ ശരിക്കും ഫുഡാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ജപ്പാൻ്റെ കാഴ്ചകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ചാനലിൽ കയറി. അടുത്ത രാജ്യമായിട്ടുള്ള അമേരിക്കയിലേക്ക് നമ്മൾ കയറുകയാണ്. DJ നടക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ പാട്ടിനനുസരിച്ച് ആ ലൈറ്റൊക്കെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രാൻസിലേക്ക് കിടക്കുകയാണ്. നോക്കി എത്ര മനോഹരമായിട്ടാണല്ലേ അതിൻ്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ ഉള്ളത്. അകത്ത് അതിലും മനോഹരമായിരുന്നു. നോക്കി ആ ഒരു ബിൽഡിംഗ് ഒക്കെ നോക്കിക്കേ, ശരിക്കും ആ ഒരു രാജ്യത്തിൻ്റെ അതേപോലെ അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നത് 2 രാജ്യങ്ങൾ കാണാനാണ്. ഒന്ന് പാരീസും രണ്ടാമത്തത് ഈജിപ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ഐഫിൽ ടവർ ഇവിടെ കാണാം, വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ ഒരു അക്വേറിയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. കുടുവെന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. കുടുവെന്ന് ഞങ്ങൾ ബർഗറും നഗറ്റ്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ചൈനയുടെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റലി, സ്പെയിൻ, മെക്സിക്കോ, ഇന്ത്യ, ജപ്പാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അടുത്ത രാജ്യമായിട്ടുള്ള ഇറ്റലിയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇറ്റലിയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലുണ്ട്. അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതിനകത്തൊരു ബോട്ടിങ്ങും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ ആ വീഡിയോ. സൗദിയിൽ ഒരു തകർന്ന ഷിപ്പുണ്ട്, റെക്കഡ് ഷിപ്പുണ്ട്. അത് സൗദി ജോർദാൻ ബോർഡറിലാണ് ആ ഒരു ഷിപ്പുള്ളത്. അതാണോ ഇവിടെ കാണിച്ചേക്കുന്നതെന്ന് അറിയില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് നമ്മളെടുത്ത വീഡിയോസാണിത്. ബൊലിവാർഡ് വേൾഡ് ഓപ്പൺ ആയ ദിവസം എടുത്ത വിഷ്വൽസ് ആണ് ഇതെല്ലാം. അന്ന് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര അടിപൊളി പ്രോഗ്രാമായിരുന്നു, ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അന്നത്തെ ആ ഒരു വീഡിയോസിൻ്റെ ഒരു ചെറുതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് അടയ്ക്കുന്ന ദിവസവും നമുക്കിവിടെ വരാൻ പറ്റി. സൗദിയിലൊരു വലിയ മാറ്റമാണ് ബൊലിവാർഡ് സിറ്റിയും ബൊലിവാർഡ് വേൾഡും കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ബൊലിവാർഡ് വേൾഡ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇത്രയും രാജ്യങ്ങളുടെ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ബൊലിവാർഡ് വേൾഡ്. അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ആ രാജ്യത്തിലൂടെ യാത്ര ചെയ്തൊരു ഫീലിംഗാണ് ബൊലിവാർഡ് വേൾഡിൽ നിന്ന് നമുക്കുണ്ടായത്. ഇനിയും ബൊലിവാർഡ് വേൾഡ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തേക്കാണ്. കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഈ വീഡിയോയുടെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിലേക്കും ഈ വീഡിയോയുടെ കാഴ്ചകൾ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അബഹയുടെ ബാക്കി കാഴ്ചകൾ ഉടനെ വരുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.